ഹർഷ, കോൾഗേറ്റിന്റെ നമ്മളെല്ലാവരും രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? പല്ല് തേക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. കോൾഗേറ്റിന്റെ ഒരു പരസ്യം കണ്ടിരുന്നോ? ഇന്ത്യയിലെ ജനങ്ങൾ പല്ല് തേക്കുന്നില്ല, ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പല്ല് തേക്കുന്നില്ല. അതായത് ഇന്ത്യക്കാരെ അപമാനിച്ച് അതിലൂടെ ഒരു മാർക്കറ്റിംഗ്, അതായത് അവരുടെ അപകർഷതാബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എല്ലാവരും പല്ല് തേക്കുന്നില്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ അപകർഷതാബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോൾഗേറ്റ് വീണ്ടും മാർക്കറ്റ് പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയുണ്ടോ? ശരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നിലവിലെ കോൾഗേറ്റിന്റെ ഫ്രസ്ട്രേഷൻ അത്രത്തോളം വലുതാണ്. നമുക്കറിയാം, നേരത്തെ തുടക്കകാലങ്ങളിലൊക്കെ കോൾഗേറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏത് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ടൂത്ത് പേസ്റ്റ് ആണ് നോക്കുമ്പോൾ കോൾഗേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ വെയിറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അത് മാറിയിരിക്കുകയാണ്. ക്ലോസപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പതഞ്ജലി അങ്ങനെ പല കമ്പനികളിൽ പല്ലിന്റെ ക്യാവിറ്റി അല്ലെങ്കിൽ പല്ലിന്റെ ഓരോ ദന്ത ആരോഗ്യം സംബന്ധിച്ച് പല രീതിയിലുള്ള ബ്രാൻഡുകൾ വന്നു. പണ്ട് കോൾഗേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോന്നിനും ഓരോ ബ്രാൻഡുകളുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ കോൾഗേറ്റിന്റെ ഒരു വിപണന സാധ്യത ഇടിഞ്ഞത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു പരസ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്? അതെ, കാരണം ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ നമ്മളെ താഴ്ത്തി കെട്ടുന്നത് ഇഷ്ടപ്പെടാത്ത ജനങ്ങളാണ്. നിങ്ങൾ അത് ചെയ്യില്ലല്ലോ, അയ്യേ നിങ്ങളെന്താ ചെയ്യാത്തെന്ന് ചോദിച്ചാൽ അത് ചെയ്ത് കാണിക്കുന്ന ഒരു രീതിയാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. ആ ഒരു അപകർഷതാബോധം ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് വീണ്ടും കോൾഗേറ്റിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിലേക്കാണ് ഈ ഒരു കമ്പനി ലക്ഷ്യമിടുന്നത്. പക്ഷെ അത് ഒരിക്കലും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കെമിക്കലുകളേക്കാൾ കൂടുതൽ ജനങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഈ പറയുന്ന ആയുർവേദത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ ഡാബർ, പതഞ്ജലി പോലുള്ള ആയുർവേദപരമായ ഡാബറും പതഞ്ജലിയും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനകത്ത് സബ്സ്റ്റൻസുകളെ പറ്റിയുള്ള സംശയങ്ങൾ കോടതികൾ ഉൾപ്പെടെ സംശയം പ്രകടിപ്പിച്ചതായിരുന്നു. ബാബ രാംദേവിനെതിരെയുള്ള കേസുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളായിരുന്നു. നോക്കൂ, അതായത് 2025 സെപ്റ്റംബർ 30 അവസാനിപ്പിച്ച, അതായത് ഓണം കഴിഞ്ഞ പാദത്തിൽ അവസാനിച്ച കോൾഗേറ്റിന്റെ വിപണനം അതായത് 6.3% കുറവുണ്ടായി. അതായത് നേരത്തെക്കായാലും ഇത് തൊട്ടു മുമ്പത്തെ വിൽപ്പനയെക്കാളും, അതായത് കഴിഞ്ഞ വർഷത്തെക്കാളും 4.4% ഇതിലും കുറവ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ 2 വർഷത്തെ കാലയളവിൽ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഭീമമായ ഇടിവാണ്. അവിടേക്കാണ് ആര് പ്ലേസ് ആയത്? ഹർഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതഞ്ജലി, ഡാബർ, ഹെർബൽ ഉൽപ്പന്നങ്ങൾ പ്ലേസ് ആയിരിക്കുന്നത്. അതായത് ഈ കോൾഗേറ്റ് 2 വർഷം മുൻപ് 46% വിപണിയിൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്, ഒരു പേസ്റ്റ് ആയിരുന്നു, ടൂത്ത് പേസ്റ്റ് ആയിരുന്നു കോൾഗേറ്റ് എന്ന് പറയുന്നത്. അതെന്തായി 42.6% കുറഞ്ഞു 2025 സെപ്റ്റംബറിൽ. അതേസമയം എതിരാളികൾ അതായത് അവർ തന്നെ പറയുന്ന കണക്കാണ്, ഈ വിദഗ്ധരുടെ കണക്കാണ് പറയുന്നത്. ഇതേസമയം എതിരാളികളായ ഡാബറിന്റെ വിഹിതം 13.9% പതഞ്ജലിയുടെയും അതേപോലെ ഡാബറിന്റെ 10% 10.9% ഉയർന്നു. അതിന് കാരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ അടുത്ത നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഹെർബൽ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളോടുള്ള ജനങ്ങളുടെ ഒരു ആകർഷണം എന്ന് പറയുന്നത്. അത് ടൂത്ത് പേസ്റ്റിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും, ഇപ്പൊ സോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതായാലും അലക്കുന്നതായാലും ഇത്തരത്തിലുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിൽ ഓർഗാനിക്കിലേക്ക് തിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ടൂത്ത് പേസ്റ്റും ഇത്തരത്തിലൊരു ഹെർബൽ ഒരു കമ്പനികളിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. നമുക്ക് സാധാരണ ജനങ്ങൾ ഈ പറയുന്നത് പോലെ അതിനകത്തുള്ള കണ്ടന്റ് അന്വേഷിച്ചൊന്നും അല്ല പോകുന്നത്. അല്ല, അതായത് കൃത്യമായി ഈ കോൾഗേറ്റ് ഒരു അടി നേരിട്ടപ്പോൾ അവർക്ക് കൃത്യമായി ഇത് ഇടിവ് സംഭവിക്കുമല്ലോ. ഇപ്പം കിങ് ലെയർ സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, ദിലീപിന്റെ ആണ്. ദിലീപ് എന്താണ് ഒരു ബ്യൂട്ടി കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ വിപണനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കമ്പനിയിൽ ചെല്ലുകയും അവിടുത്തെ മാൻ പവർ ഒന്നും കൂട്ടാൻ കഴിയില്ല, അതേപോലെ തന്നെ ടൈമിംഗ് കൂട്ടാൻ സാധിക്കില്ല, ലേബറിന്റെ എക്സ്ട്രാ എക്സ്പെൻസ് കൂട്ടാൻ സാധിക്കില്ല, അതിനുവേണ്ടി പണവും കൂട്ടാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ തുളയുടെ വലുപ്പം അധികമാക്കിക്കൊണ്ട് ഒരു ഞെക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന, അതായത് ആ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടുകയും ഒരുപാട് വിപണന സാധ്യത കണ്ടത്. ഇപ്പൊ കോൾഗേറ്റ് അത്തരത്തിലുള്ള തട്ടിപ്പുകളിലേക്ക്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പ്രീമിയം ഡൈമെൻഷൻസ് ഉണ്ട്, അതിനകത്ത് കൃത്യമായ അളവുകൾ നിഷ്കർഷിക്കുന്നുണ്ട് ഗവൺമെന്റ്. അതെന്ന് വെച്ചാലും ഈ കോൾഗേറ്റിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നഗരപ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ പിന്തുണ നഷ്ടപ്പെട്ടു. അതാണ് ഇവർക്ക് പ്രധാനമായിട്ടും ആദ്യം ഉള്ളത്. അതായത് നമുക്കറിയാം, പണ്ട് സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ ചെറിയ കടകളിലൊക്കെ ഒരു 10 കോൾഗേറ്റ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ കോൾഗേറ്റ് മതി. പ്രായമായ ആളുകൾ ചോദിക്കുന്നത് കോൾഗേറ്റ് തരാനാണ്. പക്ഷെ തരുമ്പോൾ അവർ പറയുന്നത് ഇതല്ല, ചുമന്ന കോൾഗേറ്റ്, ക്ലോസപ്പിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പേരറിയില്ലെങ്കിൽ പോലും കോൾഗേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റു പല കമ്പനികളുടെയും വാങ്ങിക്കൊണ്ട്. ഇവർ കൃത്യമായി കോൾഗേറ്റിനെ വലിയ രീതിയിൽ റീബ്രാൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു.
അതിലൊക്കെ പാളിച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്ത്യൻ പ്രൊഡക്ട്സിലായിട്ടുള്ള പതഞ്ജലിയും ഡാബറും പോലുള്ള, ഈ പതഞ്ജലിയും ഡാബറും എന്ന് പറയുന്നില്ല, മറ്റ് വിദേശ പ്രോഡക്ട്സുകൾ ഉൾപ്പെടെ ഇപ്പോ കേരളത്തിൽ നിന്ന് തന്നെ പ്രാദേശികമായ ഒരുപാട് ടൂത്ത് പേസ്റ്റുകൾ പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ നല്ല റിസൾട്ടുകൾ കാണുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് ക്ലോസപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പല്ലിന്റെ കറ പോകാനും അതുപോലെ വായിക്ക് നല്ല സ്മെല്ല് കിട്ടാനൊക്കെയാണ്. ഇത്തരത്തിൽ മറ്റു പല, ഇപ്പൊ നമ്മൾ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല സുഗന്ധം പരത്തുന്ന പല എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും അതിനെല്ലാം തന്നെയും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സാധനം കണ്ടാൽ അതിന് വില കുറവാണെങ്കിൽ പ്രത്യേകിച്ചും അതിലേക്ക് ചായുന്ന ഒരു രീതി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് കോൾഗേറ്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ടൂത്ത് പേസ്റ്റുകളുടെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. മറ്റു പല ബ്രാൻഡ് ടൂത്ത് പേസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്രത്തോളം വില വരുന്നില്ലെന്ന് മാത്രമല്ല ചെറിയ വിലയ്ക്ക് നല്ല സാധനം കിട്ടും. ആ ഒരു രീതിയിൽ ഓസിക്ക് കിട്ടിയാൽ ആസിഡും കുടിക്കുമെന്ന് പറയുന്ന ജനതയാണ് ഇന്ത്യൻ ജനത എന്നുള്ളത് പണ്ടേ പഴമൊഴിയായിട്ട് വന്നൊരു കാര്യമാണ്. ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും കണ്ടുവരുന്നത്. കോൾഗേറ്റിനെ സംബന്ധിച്ച് അതിനകത്തുള്ള കണ്ടന്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ജനങ്ങൾ നോക്കുന്നില്ല. നമ്മളാണെങ്കിലും കണ്ടന്റിനേക്കാൾ ഉപരി പ്രാചീന കാലത്ത് നേരത്തെ സമയത്ത് ഇത് എന്നൊരു ഉത്ഭവം എങ്ങനെയാണ്, നമ്മുടെയൊക്കെ മുത്തച്ഛന്റെയും മുത്തച്ഛയുടെയും കാലത്തൊക്കെ നോക്കൂ, അതായത് മാവിലായിട്ട് പല്ല് തേക്കുമായിരുന്നു. ഒരു സമയം കഴിയുമ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്, എൻ്റെ മുത്തച്ഛനൊക്കെ ഈ അതായത് അവർക്ക് എന്താ ബ്രഷിന്റെയും പേസ്റ്റിന്റെയും കാലഘട്ടം എന്ന് അറിഞ്ഞൂടാ, അവിടെ നിന്നാണ് കോൾഗേറ്റ് സ്വാധീനം നേടിയതെന്ന് ആലോചിക്കണം. അതിലേക്ക് അതേപോലെ വേറെ പ്രൊഡക്റ്റാണ് ലൈഫ് ബോയ്, അതേപോലുള്ള സാധനങ്ങൾ. അതായത് ഈ തെങ്ങിൽ നിന്ന് കിട്ടുമ്പോൾ തെങ്ങിന്റെ സൈഡ് ഇതുണ്ടല്ലോ, നമ്മുടെ തേങ്ങയുടെ മുകളിൽ വരുന്ന ചെത്തിക്കളയുന്ന അതിനെ എടുത്തിട്ട് അത് വെച്ച് പല്ല് തേക്കുന്നത് കണ്ടിട്ടുണ്ട് പല ആൾക്കാർ. അതേപോലെ ഉമിക്കരി എന്ന് പറയുന്ന സംവിധാനം, ഉമിക്കരി കരിയാക്കി അതിട്ട് പല്ല് തേക്കുക, ബ്രാൻഡ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് ബ്രാൻഡുകൾ വന്നു അതിനൊക്കെ തന്നെ. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഒരു ആൾക്കാരിലേക്ക് ഇത് പുഷ് ചെയ്യുകയും അവരിലൊരു സ്വാധീനം, ആ കാലഘട്ടം കഴിഞ്ഞു. ആ തലമുറയ്ക്ക് ഏകദേശം എന്താണ് നമ്മളെ വിട്ടു പോവുകയോ അല്ലെങ്കിൽ ആ ട്രെൻഡ് മാറി ഇപ്പൊ എന്താണ് ഇപ്പൊ ജെൻസികളുടെ യുഗമാണ്. എന്തും പുതിയത് ഉപയോഗിക്കണം, എന്തും അപ്ഡേറ്റഡ് ഉപയോഗിക്കണം എന്നാണ് ഇന്നത്തെ കാലത്ത് ജനം. നമുക്കറിയാം ഈ ഒരു കോൾഗേറ്റിന്റെ അപ്രമാദിത്വം കുറയാനുള്ള മറ്റൊരു പരസ്യമായിരുന്നു നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ഒരു പരസ്യം വന്നതിന് ശേഷം ആ ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ ഒരു സമയത്താണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന കോൾഗേറ്റിന് ഇടിവ് സംഭവിച്ചു തുടങ്ങിയത്. അവിടെ നിങ്ങോട് അടി പതറിയ രീതിയിൽ തന്നെയായിരുന്നു കോൾഗേറ്റ് ഓരോ തവണയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ആ ഒരു അവസാന കാലഘട്ടം എത്തിയെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. എപ്പോഴും അപ്ഡേഷൻസ് മാത്രം കണ്ടുവരുന്ന ഈ ഒരു ജനത, ഈ ഒരു തലമുറ വീണ്ടും അവരെ കയ്യിലെടുക്കാനുള്ള പുതിയ തന്ത്രങ്ങളും കോൾഗേറ്റ് ഇപ്പോൾ മെനയുന്നുണ്ട്. പ്രീമിയം പ്രൊഡക്റ്റ് ഒക്കെ ഇറക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ പിടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടിവ് സംഭവിക്കുന്നത്. എന്തെന്നാലും ഇന്ത്യയിലെ ജനങ്ങളെ ഇത്തരത്തിൽ നാണം കെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ, അതായത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിശുചിത്വം എന്ന് പറയുന്നത് പല്ല് തേക്കുന്നത്, അതിലേക്ക് ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇടിച്ചു കയറുന്നത് ഇനി അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇപ്പൊ കൃത്യമായി അറിയാം. ഇപ്പം അതായത് ഇപ്പോ റൊണാൾഡോ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന സമയത്ത് പെപ്സിയുടെ 2 ക്യാനുകൾ എടുത്ത് മാറ്റി വെച്ച് അത് നൽകിയൊരു സന്ദേശമുണ്ട്. അതായത് ഈ കൊക്കക്കോളയുടെ ക്യാൻ, അപ്പൊ കൊക്കക്കോളയുടെ വിപണി സാധ്യത താഴേക്ക് ഇടിഞ്ഞു എന്നാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിപണന സാധ്യത നഷ്ടപ്പെട്ടത് കൊണ്ട് ഇന്ത്യൻ ജനതയുടെ ആത്മാവിനെ അല്ലെങ്കിൽ അവരുടെ അപകർഷതാബോധത്തെ അല്ലെങ്കിൽ അവരെ നാണം കടത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ ഇവരെ പിന്നോട്ടടിക്കുമെന്നേ ഈ ഘട്ടത്തിൽ പറയാനാകൂ.